ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ക്രോഷ്യ ഡിസൈനാണ് ചെയ്യുന്നത്. ഇത് സ്മാൾ സൈസാണ് ചെയ്യുന്നത്, സ്ക്വയർ പീസ്. അപ്പോൾ നമുക്ക് സിംഗിൾ പീസായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി വലുതായിട്ട് ചെയ്യണം. ഇതിൻ്റെ ഹൂക്ക് സ്റ്റീലിൻ്റെ 10 നമ്പറാണ്. ഇത് 2.5 mm ആണ്. ഇതിലേത് വേണമെങ്കിലും ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഒരേ ഹൂക്ക് തന്നെ ഉപയോഗിക്കുക. ഇപ്പോൾ 2 കളർ നൂല് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡാർക്ക് കളറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു സർക്കിൾ ചെയ്യണം. അപ്പോൾ ചെറിയ പീസിൻ്റെ മുകളിലോട്ട് നമുക്ക് നീളമുള്ള ത്രെഡിനെ ഇട്ടതിന് ശേഷം അടിയിൽ കൂടി വെളിയിലത്തെ നൂലിനെ എടുത്ത് ഒരു നോട്ട് കൊടുക്കുക. ശേഷം നമ്മൾക്ക് ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടുന്നത്. ഇനി നമ്മൾക്ക് ഇപ്പോൾ ഹൂക്കിലൊരു നോട്ടായിട്ടുണ്ട്. ഇനി 3 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഹൂക്കിൽ ഒരു തവണ നൂല് ചുറ്റുക. ശേഷം നമ്മൾ സർക്കിളിൽ കൊണ്ടുപോയി വെളിയിലത്തെ നൂലിനെ കൊണ്ടുവന്ന് ഫസ്റ്റ് കാണുന്ന 2 ലൂപ്പിൽ കൂടി എടുക്കുക. നെക്സ്റ്റ് വീണ്ടും 2 ലൂപ്പിൽ കൂടി എടുക്കുക. ഇപ്പോൾ നമ്മൾക്കൊരു ഡബിൾ ക്രോഷ്യ ആയിക്കഴിഞ്ഞു. അപ്പോൾ വീണ്ടും അതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തത് 1 ഡബിൾ ക്രോഷ്യ ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ ആയിക്കഴിഞ്ഞു. വീണ്ടും ഇനി നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഹൂക്കിൽ നൂല് ചുറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യയുടെ 4 ഗ്രൂപ്പാണ് നമുക്കതിൽ വേണ്ടത്. 4 കൂട്ടം വേണം നമ്മൾക്ക്. ഇനിയും നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് വീണ്ടും ചെയ്യുക. അങ്ങനെയാണ് ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 3 ഡബിൾ ക്രോഷ്യ തന്നെ 4 കൂട്ടമായിട്ടുണ്ട്. ഇനി നമ്മൾക്കത് റൗണ്ട് ചെറിയ നൂലിൽ നിന്ന് പിടിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ സെൻറ്ററിലെ ഗ്യാപ്പ് വരാതെ വരും. ഗ്യാപ്പില്ലാതെ ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിട്ട് ഹൂക്കിൽ നൂല് ഒരു തവണ ചുറ്റിയിട്ട് 3rd സ്റ്റിച്ചിലാണ് നമ്മൾ എടുക്കുന്നത്. 3rd സ്റ്റിച്ചിൽ കൊണ്ടുപോയി ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. വീണ്ടും ആ സെയിം പ്ലേസിൽ തന്നെ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ വീണ്ടും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യണം. ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടി, നെക്സ്റ്റ് 2 ലൂപ്പിൽ കൂടി. ഇപ്പോൾ സെക്കൻഡ് റൗണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. 3 ചെയിൻ സ്റ്റിച്ചും 2 ഡബിൾ ക്രോഷ്യയും. വീണ്ടും നമുക്ക് ആ കോർണറിലാണ് ചെയ്യേണ്ടത്. നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് ആ ഗ്യാപ്പിലാണ് നമ്മൾക്ക് വീണ്ടും ചെയ്യേണ്ടുന്നത്. ടു 3 നെക്സ്റ്റ് 3 ചെയിൻ സ്റ്റിച്ച്. വീണ്ടും ആ സെയിം പ്ലേസിൽ തന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. നമ്മൾ ആ 3 ചെയിൻ സ്റ്റിച്ച് കൊടുത്ത ഗ്യാപ്പിലെല്ലാം നമ്മൾ 2 പ്രാവശ്യം ചെയ്യണം. 3 ഡബിൾ ക്രോഷ്യ, 3 ചെയിൻ സ്റ്റിച്ച്, 3 ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് നമ്മൾ ആ കോർണറിൽ പോകുമ്പോൾ നമുക്ക് എക്സ്ട്രാ ചെയിൻ സ്റ്റിച്ച് കൊടുക്കണ്ട. അങ്ങനെ നമ്മൾ ഹൂക്കിൽ നൂല് ചുറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും കോർണർ സ്പേസിൽ വീണ്ടും ചെയ്യണം. നമ്മളവിടെ ചെയ്തതുപോലെ തന്നെ. ഇപ്പോൾ 3യുടെ തന്നെ 2 സെറ്റാണ് വേണ്ടുന്നത്. ടു 3 ചെയിൻ സ്റ്റിച്ച്,
നെക്സ്റ്റ് 3 ഡബിൾ ക്രോഷ്യ. അങ്ങനെയാണ് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ കോർണറിൽ മാത്രം നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ കൊടുക്കുക. കോർണർ ഭാഗം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ എക്സ്ട്രാ ചെയിൻ സ്റ്റിച്ച് കൊടുക്കണ്ട. ത്രീ ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്പേസിൽ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോഴാണ് നമുക്ക് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ശേഷം ഹൂക്കിൽ നൂലൊരു തവണ ചുറ്റിയതിന് ശേഷം തേർഡ് സ്റ്റിച്ചിൽ ആണിത് ജോയിൻ ചെയ്യുന്നത്. ഇപ്പം ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ഇത്. 3 ലൂപ്പിൽ കൂടി ഒറ്റ തവണയായിട്ട് നൂല് വലിച്ചെടുക്കുക. ഇപ്പം നമ്മൾക്കത് സെക്കൻഡ് റൗണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോർണറിലെല്ലാം നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. മിഡിൽ നമ്മൾ എക്സ്ട്രാ കൊടുക്കണ്ട. ഇപ്പം നമുക്ക് സെയിം പ്ലേസിൽ തന്നെ നമ്മൾ വീണ്ടും തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത കളറ് ഇപ്പോൾ ഒരു ഡാർക്ക് കളർ ലൈറ്റ് കളർ അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 3 അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത്. അപ്പോൾ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു തേർഡ് റൗണ്ട്. നെക്സ്റ്റ് കളറ് നൂലിൽ 3 ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ ആയിക്കഴിഞ്ഞു. 3 ചെയിൻ സ്റ്റിച്ച് നമുക്ക് 1 ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്താൽ മതിയാകും. അപ്പോൾ കോർണർ ഭാഗത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത കളറ് ഇതിലൂടെ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ ആ നൂലിനെ ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ കളർ ജോയിൻ ചെയ്തതിന് ആ കളറെടുത്ത് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ആ മിഡിൽ ഭാഗത്ത് 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. മിഡിൽ ഭാഗത്ത് മാത്രം നമുക്ക് ആ ബ്രൗൺ കളർ ഉപയോഗിച്ചാൽ മതിയാകും. ഇനി അടുത്ത കളറാണ്. അപ്പോൾ അടുത്ത കളറാകുമ്പോൾ നമുക്ക് ആ ഡാർക്ക് കളറിനെ ഫ്രണ്ടിലിട്ടതിന് ശേഷം അടുത്ത നൂല് എടുത്ത് നമ്മൾ ഒരു ലൂപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് അതിനോട് ചേർത്ത് വെച്ചിട്ട് വേണം നമുക്കത് ചെയ്യാൻ. ആ നൂലിനെ ബാക്കിൽ കൊണ്ട് ചേർത്ത് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾക്ക് കളറിൽ തന്നെ ചെയ്യാം. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് 3 ചെയിൻ സ്റ്റിച്ച്. നെക്സ്റ്റ് സെയിം പ്ലേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ കോർണർ ഭാഗത്തെല്ലാം ഇതേ മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് മിഡിൽ ഭാഗത്ത് നമുക്ക് ആ ബ്രൗൺ കളറിൽ കൂടി ചെയ്യണം. വീണ്ടും നമ്മളവിടെ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ എക്സ്ട്രാ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാതെ തന്നെ നമ്മൾക്ക് നെക്സ്റ്റ് കളറ് എടുത്ത് ചെയ്യണം. അപ്പോൾ അതിനെ ഫ്രണ്ടിലിട്ടതിന് ശേഷം നെക്സ്റ്റ് കളർ എടുത്ത് ആ 2 ലൂപ്പിൽ കൂടി എടുക്കുക. ശേഷം മിഡിൽ ഭാഗത്ത് 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അവിടെ നമ്മൾ ചെയ്യുമ്പോൾ എക്സ്ട്രാ ചെയിൻ സ്റ്റിച്ചൊന്നും കൊടുക്കണ്ട. 1 2 3. ഇപ്പോൾ 2 ലൂപ്പ് നമ്മുടെ ഹൂക്കിലുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാതെ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് കളറിൽ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത നൂല് 2 ലൂപ്പിൽ കൂടി എടുക്കുക. ഇനി നമുക്ക് ആ കോർണർ സ്പേസിൽ പിങ്ക് കളറ് വെച്ച് ചെയ്യാം.
1 2 3 ചെയിൻ സ്റ്റിച്ച്, വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ ആ മിഡിൽ ഭാഗത്ത് മാത്രം ബ്രൗൺ കളർ നൂല് ഉപയോഗിച്ച് ഒന്ന് ചെയ്യുക. ശേഷം കോർണർ സ്പേസിലെല്ലാം നമ്മൾക്ക് പിങ്ക് കളർ നൂല് ഉപയോഗിച്ച് ചെയ്യുക. അങ്ങനെയാണ് ഈ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. മിഡിൽ ഭാഗത്ത് മാത്രമാണ് നമ്മൾ ബ്രൗൺ കളർ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അവിടെ ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യണം. മിഡിൽ ഭാഗത്ത് മാത്രം സൈഡിൽ പിങ്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് കളർ എടുക്കണം. അപ്പോൾ 2 ലൂപ്പിൽ കൂടി മറ്റേ നൂലിനെ ഫ്രണ്ടിലാക്കിയതിന് ശേഷം ആ നൂലെടുക്കുക. ശേഷം ബ്രൗൺ നൂലിനെ അതിനോട് ചേർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആ കോർണറിൽ നമുക്ക് 2 വീതമാണ് വരേണ്ടത്. നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തിരുന്നുള്ളൂ. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമുക്ക് അവിടെ 2 ഡബിൾ ക്രോഷ്യയുടെ 3 ഡബിൾ ക്രോഷ്യയുടെ 2 കൂട്ടം വരുന്നത്. 2 3. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 3 ചെയ്തിരുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ തേർഡ് സ്റ്റിച്ചിലാണ് ജോയിൻ ചെയ്യുന്നത്. ശേഷം ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്ത് ജോയിൻ ചെയ്യുന്നത്. ശേഷം നമുക്ക് അവിടെ തന്നെ നമുക്ക് ഫോർത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾക്ക് ഈ ബ്രൗൺ കളർ നൂലിന് നമ്മൾക്ക് ഇത്രയും മതിയാകും. അപ്പോൾ നമ്മൾക്കത് കട്ട് ചെയ്യുക. ലാസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് കെട്ടിട്ട് കൊടുത്താൽ മതി. നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഡബിൾ ക്രോഷ്യയാണ് 2 ഡബിൾ ക്രോഷ്യയാണ് 2 ഡബിൾ ക്രോഷ്യ. ഇവിടെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഫുള്ള് നമ്മൾക്കിനി പിങ്ക് കളറ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് അവിടെ നമ്മൾക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അതിനോട് ചേർന്ന് ആ ബ്രൗൺ കളറിൻ്റെ ലെഫ്റ്റ് റൈറ്റും. നെക്സ്റ്റ് നമുക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കോർണർ സ്പേസിലാണ് അവിടെ 3 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ സ്റ്റിച്ച് 3 ഡബിൾ ക്രോഷ്യ സെയിം പ്ലേസിൽ തന്നെ. ഫോർത്ത് റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ഫുള്ള് ചെയ്യുക. ശേഷം നമ്മൾ ആ ബ്രൗൺ കളർ ചെയ്തതിൻ്റെ ലെഫ്റ്റും റൈറ്റും 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. കോർണറിൽ മാത്രം രണ്ട് സെറ്റായിട്ട് ചെയ്യണം. 3 ഡബിൾ ക്രോഷ്യയുടെ 2 കൂട്ടം വേണം. അപ്പോൾ നമ്മൾക്ക് ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം 1 ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ശേഷം തേർഡ് സ്റ്റിച്ചിൽ പോയിട്ട് അത് ജോയിൻ ചെയ്യണം. അപ്പം 3 ലൂപ്പിൽ കൂടി ഒരേ പ്രാവശ്യം നൂലെടുത്ത് ശേഷം 1 ചെയിൻ സ്റ്റിച്ച് കൂടി ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. ഇപ്പം നമുക്ക് ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പം വീണ്ടും നമ്മൾ അവിടെ തന്നെയാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്.
കോർണറിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴാണ് അവിടെ 2 കൂട്ടമായിട്ട് വരുന്നത്. കോർണർ സ്പേസ് ആയതുകൊണ്ട് ഡബിൾ ക്രോഷ്യയുടെ തന്നെ 2 വേണം, 2 കൂട്ടം. എല്ലാ ഗ്യാപ്പിലും 3 ഡബിൾ ക്രോഷ്യ വീതം മിഡിൽ ഭാഗത്ത് ചെയ്യുക. നെക്സ്റ്റ് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. വീണ്ടും കോർണർ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, 3 ചെയിൻ സ്റ്റിച്ച്, 3 ഡബിൾ ക്രോഷ്യ. 2 3 3 ചെയിൻ സ്റ്റിച്ച്. നെക്സ്റ്റ് 3 ഡബിൾ ക്രോഷ്യ. ഇതേ രീതിയിൽ 4th റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. മിഡിൽ ഭാഗത്തെല്ലാം 3 വീതം ചെയ്യുക. കോർണർ ഭാഗത്ത് 3 ഡബിൾ ക്രോഷ്യയുടെ 2 കൂട്ടമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് 4th റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പോൾ മിഡിൽ ഭാഗത്ത് നമുക്ക് 3 ഡബിൾ ക്രോഷ്യയുടെ 3 വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടാണ് ഈ റൗണ്ട് പോയത്. അപ്പോൾ ഇനി നമുക്ക് 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്തിട്ട് കോർണർ സ്പേസ് ആയതുകൊണ്ട് 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 3 ചെയിൻ സ്റ്റിച്ചിന് പകരം നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ അതിന് 3 ചെയിൻ സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പ് അകലെ നമുക്കവിടെ കിട്ടും. ഇപ്പോൾ നമ്മളിത് ഇത് ഫിനിഷ് ചെയ്യുവാണ് നമുക്ക്. അപ്പോൾ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം 3rd സ്റ്റിച്ചിൽ നമ്മൾ ജോയിൻ ചെയ്താൽ മതിയാകും. ശേഷം ഒരു സ്റ്റിച്ചും കൂടി ഇട്ടിട്ട് നൂല് കട്ട് ചെയ്ത് ഇതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾക്ക് ഇതുപോലെ ഒരു പീസ് നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് അപ്പോൾ ഇങ്ങനെ സിംഗിൾ പീസായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇതേ മെത്തേഡിൽ കുറച്ചുകൂടി വലിപ്പത്തിൽ ചെയ്തെടുക്കാം. അല്ല നമ്മൾക്ക് സൈഡ് ടേബിൾ, ബെക്ക് ടേബിൾ അങ്ങനെയൊക്കെയുള്ള റെക്റ്റാങ്കുലർ ഷേപ്പ് ഉള്ളതിൽ നമുക്ക് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ആ നൂല് കുറച്ച് ഉള്ളിലോട്ട് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഇപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്തെടുത്ത് എത്ര വലിയ അളവിലും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള നൂല് തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി വരും. ഇപ്പോൾ നമ്മൾ 3rd റൗണ്ടിൽ നമ്മൾ ആ സെൻറ്ററിൽ മാത്രമേ ബ്രൗൺ കളർ ഉപയോഗിച്ചുള്ളൂ, സൈഡിലെല്ലാം പിങ്ക് കളറാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ 4 പീസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, താങ്ക് യു.